ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 13 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമിട്ടുകൊണ്ട് ഇന്ത്യ T20 വേൾഡ് കപ്പിന്റെ ലോക ചാമ്പ്യന്മാരായിരിക്കുകയാണ്. ഈ വിജയം രാജ്യം ഒന്നടങ്കം ആഘോഷിക്കുകയാണ്. അവസാന ഓവറിലെ അവസാന പന്ത് എറിയാൻ ഒരുങ്ങുന്ന ഹാർദിക് പാണ്ഡ്യ വളരെ ഇമോഷണലായിരുന്നു. താരം കരയുകയാണെന്ന് മാച്ച് കാണുന്ന എല്ലാ ആരാധകർക്കും മനസ്സിലായി. ഇതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇത് വളരെ ഇമോഷണലാണ്, ക്രിക്കറ്റ് ആരാധകർക്കും അതുപോലെ തന്നെ താരങ്ങൾക്കും. 17ാം ഓവറിന്റെ ആദ്യ പന്തിൽ ഹാർദിക് പാണ്ഡ്യ ഹെൻറിച്ച് ക്ലാസിനെ ഔട്ടാക്കിയാണ് മാച്ച് തിരിച്ചു പിടിച്ചത്. കൂടാതെ അവസാന ഓവറിൽ മില്ലറേയും പുറത്താക്കി രക്ഷകനായി മാറുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായി എത്തിയുടെ താരം ആരാധകരുടെ ശത്രുവായി മാറി. IPL-ഉടനീളം എല്ലാ സ്റ്റേഡിയത്തിലും കാണികളുടെ കൂവൽ കേട്ട താരമാണ് ഹാർദിക് പാണ്ഡ്യ. ക്യാപ്റ്റനായി മാറിയോടെ താരം ടീമിൽ മാത്രമല്ല രോഹിത് ശർമ്മയുമായുള്ള ബന്ധം വരെ വഷളായി. കൂടാതെ തന്റെ പേഴ്സണൽ ജീവിതത്തിലും അത്ര നല്ല ദിനങ്ങളായിരുന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും തന്റെ കഴിവിൽ വിശ്വാസമർപ്പിച്ച താരം ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുകയായിരുന്നു. ഇതാണ് ഹാർദിക് പാണ്ഡ്യയെ ഇമോഷണൽ ആക്കിയത്. കൂടാതെ വിരാട് കോഹ്ലി ഈ വേൾഡ് കപ്പിലുടനീളം മോശം ഫോം തുടരുകയായിരുന്നു. ബാറ്റിൽ നിന്ന് റൺസ് വരുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ക്രിക്കറ്റ് നിരീക്ഷകരുടെ കുറ്റപ്പെടുത്തലും. ഇതിനെല്ലാം മറുപടി കൊടുത്തുകൊണ്ടാണ് താരം ഫൈനലിൽ കളിച്ച് കപ്പ് നേടിക്കൊടുത്തിരിക്കുന്നത്. വിരാട് കോഹ്ലി T20 ക്രിക്കറ്റിൽ നിന്നും റിട്ടയർ ചെയ്തിരിക്കുന്നു. താരത്തിന് റിട്ടയർ ചെയ്യാൻ ഇതിലും വലിയൊരു സ്റ്റേജ് ഇനി കിട്ടാനില്ല. യുവതാരങ്ങൾക്ക് വേണ്ടി താരം വഴിമാറിക്കൊടുത്തിരിക്കുകയാണ്. ഓസ്ട്രേലിയക്കെതിരെ താരം നേരത്തെ ഔട്ടായി ഡഗൌട്ടിലിരിക്കുമ്പോൾ രാഹുൽ ദ്രാവിഡ് വന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. ഇതിനെക്കുറിച്ച് രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോൾ താരം പറഞ്ഞത് വിരാട് കോഹ്ലി ഫൈനലിൽ കളിക്കുമെന്നാണ്. താരം അക്ഷരാർത്ഥത്തിൽ അത് ഉറപ്പാക്കിയിരിക്കുകയാണ്. കോഹ്ലിയുടെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് കൊണ്ടാണ് ഇന്ത്യക്കൊരു മികച്ച ടോട്ടൽ പടുത്തുയർത്താൻ കഴിഞ്ഞത്. കൂടാതെ മാൻ ഓഫ് ദ മാച്ച് നേടി താരം ഇന്ത്യയെ കപ്പടിപ്പിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മ ഇത് തന്റെ 9ാമത്തെ T20 വേൾഡ് കപ്പാണ് കളിക്കുന്നത്. 2007 മുതൽ താരം T20 വേൾഡ് കപ്പ് കളിക്കുന്നതാണ്. 2024 രോഹിത് ശർമ്മ തന്റെ ക്യാപ്റ്റൻസിയിൽ കപ്പ് ഇന്ത്യക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ്. ഇത് വളരെ ഒരു ഇമോഷണൽ മൂവ്മെന്റ് ആണ്. കൂടാതെ ഇന്ത്യയിൽ നടന്ന ODI വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റിരുന്നു. ഇത് താരത്തിനെ വല്ലാതെ ബാധിച്ചിരുന്നു. ഇതിനെല്ലാം മറുപടി എന്നോണമാണ് ഈ T20 വേൾഡ് കപ്പ് ഇന്ത്യ ഉയർത്തിയിരിക്കുന്നത്. താരവും T20 ഫോർമാറ്റിൽ നിന്നും റിട്ടയർ ചെയ്തിരിക്കുകയാണ്. രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റനായിരുന്ന 2007 വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസിലാണ് നടന്നത്. അതിൽ ആദ്യ റൗണ്ടിൽ തന്നെ ഇന്ത്യ പുറത്താവുകയായിരുന്നു. ആ വെസ്റ്റ് ഇൻഡീസിൽ തന്നെ താരം കോച്ചായി നിന്നുകൊണ്ട് ഇന്ത്യയെ കപ്പടിപ്പിച്ചിരിക്കുകയാണ്. ഇതും താരത്തിന് ഇമോഷണൽ മൂവ്മെൻ്റാണ്. ഈ T20 വേൾഡ് കപ്പോടെ രാഹുൽ ദ്രാവിഡ് തൻ്റെ കോച്ചിങ് സ്ഥാനം ഒഴിയുകയാണ്. കൂടാതെ രവീന്ദ്ര ജഡേജയും T20 ഫോർമാറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ട്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.